തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമ്മാട്. വാർത്തകൾ വിശദമായി. കൂരിയാട് ദേശീയപാതയിൽ തകർന്ന റോഡിന് പകരം നിർമ്മിക്കുന്ന വയഡക്ട് പാലത്തിന്റെ പ്രവൃത്തി പുരോഗമിക്കുന്നു. പാലം നിർമ്മിക്കുന്നതിനുള്ള തൂണുകളുടെ നിർമ്മാണമാണ് ഇപ്പോൾ നടക്കുന്നത്. 13 തൂണുകളാണുള്ളത്. ഇരുഭാഗത്തുമായി 26 എണ്ണം. 13 സ്പാനുകളുണ്ടാകും. 380 മീറ്റർ നീളത്തിലാണ് വയഡക്ട് പാലം നിർമ്മിക്കുന്നത്. കൂരിയാട് ഭാഗത്ത് 6 വരി പാതയിലുണ്ടായിരുന്ന അടിപ്പാത മുതൽ വയലിൽ കൊളപ്പുറം ഭാഗത്ത് റോഡിൽ നിർമ്മിച്ചിരുന്ന കനാൽ വരെയാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. തൂണുകളുടെ നിർമ്മാണം പൂർത്തിയായി മുകളിൽ സ്ഥാപിക്കുന്ന പിയർ ഗ്യാപ്പിന്റെ നിർമ്മാണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തുടർന്ന് സ്പാനുകൾ സ്ഥാപിക്കും. തൂണുകൾ തമ്മിൽ 12 മീറ്റർ അകലമുണ്ടാകും. വയലിന്റെ മധ്യഭാഗത്തുള്ള തൂണുകൾക്ക് അകലം കൂടും. 2026 ഫെബ്രുവരി അവസാനത്തോടെ നിർമ്മാണം പൂർത്തിയാകാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 6 വരി പാതയോടൊപ്പം തകർന്നിരുന്ന സർവീസ് റോഡ് മാസങ്ങൾക്ക് ശേഷം നന്നാക്കി തുറന്നുകൊടുത്തിരുന്നു. 6 വരി പാത പൊളിച്ചു മാറ്റിയതിനാൽ ഈ ഭാഗത്ത് സർവീസ് റോഡിലൂടെയാണ് തൃശൂർ കോഴിക്കോട് ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നത്. കഴിഞ്ഞ മെയ് 19-നാണ് 6 വരി പാത തകർന്നിരുന്നത്. കൂരിയാട് വയലിൽ മണ്ണിട്ട് ഉയർത്തിയതായിരുന്നു റോഡിന്. റോഡ് 30 അടിയോളം ഉയരത്തിലായിരുന്നു 6 വരി പാത നിർമ്മിച്ചിരുന്നത്. വയലിൽ ആയിരക്കണക്കിന് ലോഡ് മണ്ണിട്ട് ഉയർത്തിയാണ് റോഡ് നിർമ്മാണം. ഇരുഭാഗത്തും താഴ്ഭാഗത്തും സർവീസ് റോഡും നിർമ്മിച്ചു. സ്ഥിരമായി വെള്ളമുണ്ടാകുന്ന വയലിൽ ഇത്തരം മണ്ണിട്ട് ഉയർത്തുന്നത് അഭികാമ്യമല്ലെന്ന് നാട്ടുകാർ അധികൃതരോട് നിരവധി തവണ അറിയിച്ചിരുന്നെങ്കിലും അവർ അതിന് ചെവി കൊണ്ടില്ല. കൃഷി നടക്കുന്ന വയലിൽ മഴക്കാലത്ത് ഒരു ഭാഗത്തു നിന്നും മറുഭാഗത്തേക്ക് വെള്ളം ഒഴുകി പോകുന്നത് തടസ്സപ്പെടുന്ന തരത്തിലാണ് റോഡ് നിർമ്മിച്ചിരുന്നത്. റോഡിന്റെ മധ്യഭാഗത്തുള്ള തോട്ടിൽ മാത്രമാണ് ചെറിയ 3 കനാലുകൾ വഴി വെള്ളം ഒഴുകിപ്പോകാൻ നിർമ്മിച്ചിരുന്നത്. ബാക്കി ഭാഗങ്ങളിൽ വെള്ളം ഒഴുകിപ്പോകാൻ സംവിധാനമില്ലായിരുന്നു. റോഡ് പ്രവൃത്തി നടക്കുന്ന സമയത്ത് തന്നെ മഴക്കാലത്ത് സർവീസ് റോഡുകൾ വെള്ളത്തിലായിരുന്നു. സർവീസ് റോഡ് താഴ്ന്ന സ്ഥലത്തായതും വെള്ളം ഒഴുകിപ്പോകാൻ സംവിധാനമില്ലാത്തതുമായിരുന്നു റോഡ് വെള്ളത്തിൽ മൂടാൻ കാരണമായത്. ജനങ്ങളുടെ നിർദ്ദേശങ്ങളും പ്രതിഷേധങ്ങളും അവഗണിച്ചാണ് പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോയത്. കഴിഞ്ഞ മെയ് 19-ന് ഞായറാഴ്ച ഉച്ചയ്ക്കായിരുന്നു 6 വരി പാതയും തൃശൂർ ഭാഗത്തേക്ക് സർവീസ് റോഡും തകർന്നത്. ഇതോടെ ഇവിടെ ഗതാഗതം പൂർണ്ണമായും നിർത്തിവെച്ചു. മാസങ്ങളോളം ഇതുവഴി ഗതാഗതം നിർത്തിവെച്ചിരുന്നു. പിന്നീട് റോഡ് പൂർണ്ണമായും പൊളിച്ചുമാറ്റി ഇവിടത്തെ മണ്ണും സിമന്റ് ബ്ലോക്കുകളും നീക്കം ചെയ്തു. തുടർന്ന് ആദ്യം കോഴിക്കോട് ഭാഗത്തേക്കുള്ള സർവീസ് റോഡ് തുറന്നുകൊടുത്തു. പിന്നീട് തൃശൂർ ഭാഗത്തേക്കുള്ള റോഡ് നന്നാക്കിയ ശേഷം തുറന്നുകൊടുത്തു. ഇപ്പോൾ സർവീസ് റോഡിലൂടെ ദീർഘദൂര വാഹനങ്ങൾക്ക് പുറമെ പ്രാദേശികമായ വാഹനങ്ങളും പോകുന്നതിനാൽ ഗതാഗത കുരുക്കാണ്. സമാനമായ രീതിയിലാണ് കഴിഞ്ഞ ദിവസം കൊല്ലത്തും റോഡ് തകർന്നത്. ഇക്കാര്യം മുൻപേ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എന്ന് കൊളപ്പുറം സമരസമിതി കൺവീനർ നാസർ മലയിൽ പറഞ്ഞു. കൂരിയാടിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്കുണ്ടായ വലിയൊരു അപകടമാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ കൊല്ലത്തും ഇപ്പോൾ നടന്നിട്ടുള്ളത്. അതേ രീതിയിൽ തന്നെയാണ്. നമുക്കറിയാം അതിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ വർക്ക് ഇവിടെ വളരെയധികം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് മലപ്പുറം ജില്ലൻ്റെ വിവിധ ഭാഗങ്ങളായിട്ടുള്ള തലപ്പാറയും വലിയപറമ്പൊക്ക വിള്ളൽ വന്നപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം അതൊക്കെ നിസ്സാരമായിട്ടാണ് KNRC കമ്പനി തള്ളിയിട്ടുള്ളത്. ഇതൊക്കെ നമ്മളെ അധികൃതരെ അറിയിച്ചിട്ടുണ്ട്, ജില്ലാ കളക്ടറെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഇനി അറിയിച്ചില്ല എന്ന് പറയരുത്. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഓരോ ഭാഗങ്ങളിലായിട്ട് കാലവർഷം കാര്യമായിട്ട് എത്തിയിട്ടില്ല. അതിൻ്റെ മുന്നെയാണ് ഇതൊക്കെ ഓരോ ഭാഗങ്ങൾ ഇടിഞ്ഞ് ചാടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് തന്നെ അറിയാം കൂരിയാടിന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കുളപ്പുറം എത്തുന്ന 400 മീറ്റർ ആണ് ഇപ്പോൾ പിടിച്ച് നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത്. അത് നേർക്ക് ഏകദേശം ഈ വയലിൻ്റെ ഭാഗം 800 മീറ്ററെങ്കിലും നീട്ടിക്കൊണ്ടുപോകേണ്ടായിരുന്നു. അതിപ്പോൾ ഒരു 400 മീറ്ററാണ്. ആ ഇടിഞ്ഞ് ചാടിയ ഭാഗം മാത്രമാണ് ഇപ്പോൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത്. നേർക്കതൊരു 800 മീറ്ററെങ്കിലും ആക്കേണ്ടിയിരുന്നു. കാരണം വയൽ നിൽക്കുന്ന ഭാഗം 800 മീറ്ററെങ്കിലും നിർബന്ധമായിട്ട് വരേണ്ട സംഭവമായിരുന്നു. നമുക്കറിയാം ഇത് ഇന്നിപ്പോൾ നടന്നിരിക്കുന്ന സംഭവം ഇതേപോലെ തന്നെയാണ് കൂരിയാടും നടന്നത്. വലിയ ഈ മണ്ണുകളൊന്നായിട്ട് നമ്മളെ സർവീസ് റോഡിലേക്ക് ഒന്നായിട്ട് കയറിയിരിക്കുകയായിരുന്നു. ആ ഭാഗം കംപ്ലീറ്റ് സർവീസ് റോഡ് ഉള്ള വണ്ടികളൊക്കെ അതുപോലെ തന്നെയാണ് ഈ ഭാഗങ്ങളിലും കുടുങ്ങിയിരുന്നത്. അപ്പോൾ ഇത് മാറ്റങ്ങളൊന്നുമില്ല. ഇന്ന് നടന്ന ഇത് രണ്ടും ഒരേ രൂപത്തിലാണ് നടന്നിട്ടുള്ളതെന്നാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. നമുക്കറിയാം
കുളപ്പുറം മുതൽ കൂരിയാട് വരെ വയലാണ്, കംപ്ലീറ്റ് വയലാണ്. ഇരുഭാഗങ്ങളിലായിട്ട് വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗമാണ്. ആ ഭാഗങ്ങളിൽ ഫുള്ളായിട്ട് ബ്രിഡ്ജ് നിർമ്മിച്ച് കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞത്. നമുക്കറിയാം കൂരിയാടുണ്ടായ അപകടത്തിൽ ആകെ ഇടിഞ്ഞ് ചാടിയ ഭാഗം 400 മീറ്റർ. ആ 400 മീറ്റർ മാത്രമാണ് ഇപ്പോൾ ബ്രിഡ്ജ് നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത്. അതൊരു 800 മീറ്ററെങ്കിലും ആയിരിക്കുകയാണെങ്കിൽ ഈ അപകടത്തിൽ നിന്ന് ഒഴിവാകായിരുന്നു. ഇനിയും നമുക്ക് ഇതുപോലത്തുള്ള അപകടം നമ്മൾ വിള്ളലൊക്കെ വന്നതാണ്. നമുക്ക് തലപ്പാറ അതുപോലെ തന്നെ അരീത്തോട് ആ ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ ഈ കൊല്ലത്ത് നടന്ന ഇതുപോലത്തുള്ള സംഭവങ്ങൾ തന്നെയാണ്. ഇതിന് സമാനമായിട്ട് നമുക്കറിയാം സർവീസ് റോഡുകൾ തകർന്ന ആ സൈഡിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. മണ്ണുകളൊന്നായിട്ട് സർവീസ് റോഡൊന്നായിട്ട് വണ്ടികളൊക്കെ കുടുങ്ങിയാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അധികാരികളോട് പറയാനുള്ളത് ഇതൊക്കെ മുൻകൂട്ടി നമ്മൾ അവരെ അറിയിച്ചിട്ടുണ്ട്. കണ്ണും പൂട്ടി നിൽക്കുകയല്ലാതെ ഇതിനൊന്നും നമ്മളറിയില്ല, അത് കേരളം അല്ലെങ്കിൽ കേന്ദ്രം എന്ന് പറഞ്ഞ് തള്ളുകയാണ്. ഇതിനൊക്കെ ഒറ്റക്കെട്ടായിട്ട് ജനങ്ങൾ പ്രതികരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക്, തിരൂരങ്ങാടി ടുഡേ.
വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ. എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ 10% കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും 18 ക്യാരറ്റ് ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ. മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും 3000 രൂപ മുതൽ. കൂടാതെ പണിക്കൂലി 2.9% മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്.